അങ്ങനെ കോഴിക്കോട് അതും എത്തിട്ടോ. യാട്ട് കയറണമെങ്കിൽ നേരെ അങ്ങോട്ട് പോരി, അതും നമ്മുടെ ബേപ്പൂരിലേക്ക്. അത് മാത്രമല്ല, അപ്പൊ ബേപ്പൂരിൽ ഒരു വലിയൊരു ഹൗസ് ബോട്ടും വന്നിട്ടുണ്ട്. ഒരു ബെഡ്റൂമും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മുകളിൽ ബാൽക്കണിയൊക്കെ ആയിട്ടുള്ള ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ ഇനോഗ്രേഷൻ. നമ്മുടെ ടൂറിസം മന്ത്രിയാണ് ഇതിന്റെ ഇനോഗ്രേഷൻ കഴിച്ചത്. എന്തായാലും യാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. യാട്ടിൽ കയറൽ വലിയ കോസ്റ്റ്ലിയാണ്. അപ്പൊ സാധാരണക്കാർക്കും കയറാൻ പറ്റിയ രീതിയിൽ ഒരു യാട്ട് ബേപ്പൂരിൽ എത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നല്ലൊരു കിടിലൻ ഹൗസ് ബോട്ടും ഉണ്ട്. പൂർണ്ണ പിന്തുണ റിയാസ് മിനിസ്റ്റർ കഴിഞ്ഞ വർഷം നമുക്ക് തന്നത് കൊണ്ടാണ് ഇത് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നത്. ഇങ്ങനത്തെ ഒന്നാക്കരുത്. കേരളത്തിൽ ഇങ്ങനത്തെ നിരവധി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ നിഷിത്താണ്, ബേപ്പൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് ദുബായിൽ യാട്ടുകളുണ്ട്. കേരളത്തിൽ ഇതുവരെയും ബീച്ചുകളിൽ അങ്ങനെ യാട്ടുകൾ വന്നിട്ടില്ല. ഇന്നിപ്പോ ആരംഭിച്ചിരിക്കുകയാണ്. 2025 കോഴിക്കോട് ടു ബേപ്പൂർ ഈ സർവീസ് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേപ്പൂർ നമ്മളെ ജങ്കാറിന്റെ അടുത്താണ് വരുന്നത്. മെജസ്റ്റിക് ആണ്. ഇതിൽ യാട്ടിൽ തന്നെ റൂമും കാര്യങ്ങളൊക്കെ ഇതിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബൈ.